ഈ പെൺകുട്ടി അബദ്ധവശാൽ സിഇഒയെ തള്ളി വെള്ളത്തിലേക്ക് ഇടുന്നു. അതിലും മോശകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ സിഇഒയ്ക്ക് വെള്ളം വളരെ പേടിയായിരുന്നു. പെൺകുട്ടി ഒരുപാട് കഷ്ടപ്പെട്ടാണ് അയാളെ പൂളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ മനസ്സിൽ ഗൂഢതന്ത്രങ്ങൾ വെച്ചാണ് പെൺകുട്ടി തന്നോട് ഇങ്ങനെ പെരുമാറിയെന്നാണ് സിഇഒ കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ദേഷ്യം തോന്നിയ സിഇഒ ആവട്ടെ ആ സ്പോട്ടിൽ വെച്ച് തന്നെ അവളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു. പിന്നീട് ധനികയായ സ്ത്രീയുടെ കീഴിൽ പെൺകുട്ടി ജോലി നോക്കുകയും അവര് പറഞ്ഞ അടിസ്ഥാനത്തിൽ തന്നെ ഒരു ബാർ ജീവനക്കാരിയായി ജോലി നോക്കുകയും ചെയ്യുന്നു. അവളെ നിയമിച്ച സ്ത്രീ പറഞ്ഞതനുസരിച്ച് തന്നെ ഒരു ഗ്ലാസ് ഡ്രിങ്ക്സ് അവള് സിഇഒയ്ക്ക് നൽകുന്നുണ്ട്. സിഇഒ തന്നെ തിരിച്ചറിയുമോ എന്ന ഭയം ഉള്ളിലുള്ളതിനാൽ തന്നെ അവൻ അവളെ നോക്കിയപ്പോൾ തന്നെ അവൾക്ക് വല്ലാത്ത പരിഭ്രാന്തി അനുഭവപ്പെട്ടു. ആ ഒരു ഗ്ലാസ് ഡ്രിങ്ക്സ് മുഴുവൻ കുടിച്ചുവെന്ന് മനസ്സിലാക്കി അവൾ ഉടനെ തന്നെ അവളെ നിയമിച്ച സ്ത്രീയെ വിളിച്ച് ആ വിവരങ്ങൾ അറിയിക്കുന്നുണ്ട്. മദ്യമുള്ളിൽ ചെന്നപ്പോൾ അസ്വസ്ഥത അനുഭവപ്പെട്ട സിഇഒ അവിടം വിട്ടു പോകുന്നു. തന്നെ ഏൽപ്പിച്ച ജോലി കഴിഞ്ഞു എന്നും ഇനി ഒരിക്കലും സിഇഒയെ കണ്ടുമുട്ടില്ല എന്ന ആശ്വാസത്തോടെയാണ് പെൺകുട്ടി ആ ബാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. എന്നാൽ അവളുടെ പിന്നാലെ എത്തിയ സിഇഒ അവളെ പിടിച്ചു തള്ളിയതിനു ശേഷം തന്നെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് ദേഷ്യത്തോടെ ചോദിക്കുകയും ചെയ്യുന്നു. അവനെ കണ്ട പെൺകുട്ടി വല്ലാതെ പരിഭ്രാന്തിയാവുകയും അവൾക്ക് മറുപടി പറയാൻ സാധിക്കുകയും ചെയ്തില്ല. എന്നാൽ ഇതേ സമയം തന്നെ മദ്യത്തിലുണ്ടായിരുന്ന ഡ്രഗ്സ് അവന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുകയും കൺട്രോൾ നഷ്ടപ്പെട്ട് സിഇഒ അവളെ കിസ് ചെയ്യുകയും ചെയ്യുന്നു. ദേഷ്യം വന്ന പെൺകുട്ടി അവനെ തട്ടി അകറ്റി മാറ്റുകയും ചെയ്യുന്നു. പെൺകുട്ടി അവളെ നിയമിച്ച സ്ത്രീ പറഞ്ഞതനുസരിച്ച് മദ്യം അയാൾക്ക് കൊടുത്തതേയുള്ളൂ. അതിലെന്തെങ്കിലും കലർത്തിയിട്ടുണ്ടോ എന്ന് പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ യുവാവ് കള്ളം പറയുകയാണെന്നാണ് പെൺകുട്ടി കരുതിയിരുന്നത്. എന്നാൽ ഉടനടി തന്നെ സിഇഒ അവളെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അവളെ നിയമിച്ച സ്ത്രീ മാറി നിന്നതെല്ലാം കാണുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ രീതിയിലും സിഇഒയെ അവളുടെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആ സ്ത്രീ പെൺകുട്ടിയെ കൊണ്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യിച്ചത്. തന്റെ പദ്ധതികളെല്ലാം വിഫലമാവാൻ പോവുകയാണെന്ന് കരുതി ആ സ്ത്രീ ആവട്ടെ സിഇഒയും പെൺകുട്ടിയും സഞ്ചരിക്കുന്ന കാറിന് പിന്നാലെ തന്നെ ഫോളോ ചെയ്തു പോകുന്നു. അയാളെ കൊണ്ട് കാർ ഡ്രൈവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണെന്ന് പെൺകുട്ടി അയാളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാൻ സിഇഒ തയ്യാറായിരുന്നില്ല. ഒരു ചെറിയ നേരത്തെ അശ്രദ്ധ മൂലം തന്നെ ഒരു ചരിവിലേക്ക് കാർ മറിയുകയും ചെയ്യുന്നു. ഭാഗ്യവശാൽ അവർ ഇരുവർക്കും യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങളും പറ്റിയില്ലെങ്കിലും സിഇഒയ്ക്ക് അയാളുടെ ഓർമ്മകൾ നഷ്ടപ്പെട്ടിരുന്നു. സിഇഒ തന്നെ കുറ്റപ്പെടുത്തുമെന്ന് കരുതിയ പെൺകുട്ടിയാവട്ടെ അവന്റെ ഗേൾഫ്രണ്ടാണ് താനെന്ന് കള്ളം പറയുന്നു. അവളുടെ ഉള്ളിലെ സ്നേഹത്തോടുള്ളയും സൗഹാർദ്ദമായിട്ടുള്ള പെരുമാറ്റവും കണ്ടപ്പോൾ സിഇഒ അവൾ പറഞ്ഞത് ഒരു മടിയും കൂടാതെ വിശ്വസിക്കുന്നുണ്ട്. ഒരു പക്ഷേ അവന് ഓർമ്മ നഷ്ടപ്പെട്ടതിന്റെ കാരണം താനാണെന്ന് സിഇഒ മനസ്സിലാക്കിയാലോ എന്ന് പേടിച്ച പെൺകുട്ടിയാവട്ടെ അവനെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. വീട്ടിലെത്തിയ ഉടനെ തന്നെ സിഇഒ ആവട്ടെ അവൾ തന്റെ ഗേൾഫ്രണ്ട് അല്ലേ എന്ന് കരുതിക്കൊണ്ട് തന്നെ അവളുടെ മുമ്പിൽ വെച്ച് തന്നെ പാൻസ് അഴിക്കാൻ തുടങ്ങുന്നു. പരിഭ്രാന്തയായ പെൺകുട്ടി പെട്ടെന്ന് തന്നെ അവനെ തടഞ്ഞിട്ട് അവിടം വിട്ടു പോകാനായി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സിഇഒ അവളെ തടയുകയും താൻ ഫ്രഷ് ആവുന്ന സമയത്ത് തന്നോടൊപ്പം തന്നെ ഇരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. താൻ കാരണമാണല്ലോ അവന്റെ ഓർമ്മ നഷ്ടപ്പെട്ടേ എന്ന കുറ്റബോധം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ പെൺകുട്ടി അതിന് സമ്മതിക്കുന്നുണ്ട്. അവന് ഭയം ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കാം തന്നെ അടുത്തേക്ക് വിളിച്ചിരിക്കുന്നതെന്ന് കരുതിയ പെൺകുട്ടിയാവട്ടെ തന്റെ കയ്യിൽ അവൻ മുറുകെ പിടിച്ചോട്ടെ എന്ന് കരുതി കൈകൾ അവന്റെ നേർക്ക് നീട്ടുന്നുണ്ട്. എന്നാൽ സിഇഒ ആവട്ടെ പെൺകുട്ടിയുടെ അടുത്തേക്ക് വളരെ ക്ലോസ് ആയി പോവുകയും അവന്റെ സുന്ദരമായ മുഖം കണ്ടപ്പോൾ പെൺകുട്ടിക്ക് വല്ലാത്ത പതർച്ച അനുഭവപ്പെടുകയും ചെയ്തു.